ഓക്കെ. പൈസ കൂടി ഭയങ്കര പൈസയിൽ നമുക്ക് റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു സിനിമ ചെയ്താൽ നമ്മൾ അവസാനം കുത്തുവാള എടുത്തു പോകും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറില്ല. ചെയ്യാതിരിക്കണം. പക്ഷെ ഡയറക്ടേഴ്സ് വന്നിട്ട് ചിലരുടെ പടങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കത് അവരുമായിട്ട് മാച്ച് ആവാണ്ട് വരാറുണ്ട്. ഉണ്ട്. ആ ഓക്കെ. പിന്നെ നമ്മളപ്പോൾ ആ ഡയറക്ടറുടെ പടം നമ്മൾ പിന്നെ വരുമ്പം അത് ഡയറക്ടർ നല്ലതായിട്ടല്ല, നല്ലതാവാഞ്ഞിട്ടല്ല, നമുക്ക് മാച്ച് ആവുന്നില്ല സെറ്റ് ആവുന്നു. അവരുടെ ആ ഒരു രീതികൾ. ഓക്കെ. ഇനി സിനിമയില് നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒന്ന് രണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. 3 അല്ലേ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജയറാമേട്ടന്റെ കൂടെ ഒരു സിനിമയിലുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര. ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം ആദ്യം മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. അന്ന് എൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു, തുടക്കമാണ്. ഭയങ്കര പേടിയായിരുന്നു അന്ന് എനിക്ക്. മമ്മൂക്ക ഇങ്ങനെ ഒരു രാജാവിനെ പോലെയാണ് വരുന്നത്. സെറ്റിലേക്ക് വരുന്നു. അപ്പം ഭയങ്കര സുന്ദരനാണല്ലോ. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് അല്ലാതെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പേഴ്സണലി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മമ്മൂക്കയെ കാണുമ്പോഴത്തേനും എല്ലാവരും സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് സിറ്റ്, ഇതായിരുന്നു പരിപാടി. അത് മമ്മൂക്ക കയറി മുറിയിലേക്ക് പോവും, ഒരു 10 പ്രാവശ്യം ഇറങ്ങി വരുമല്ലോ അദ്ദേഹം. ആ 10 പ്രാവശ്യം ഇറങ്ങുമ്പോഴും അവിടെ ഇരിക്കണവർ എഴുന്നേക്കും ഇരിക്കും. അപ്പൊ ഞാനും അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു 5 പ്രാവശ്യം എഴുന്നേറ്റു. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എഴുന്നേക്കുന്നില്ല, ഇരുന്നു. ഞാൻ അവിടെ ഇരുന്ന്. ഇതാണ് സംഭവം ശരിക്കും. അപ്പം ഇതെല്ലാം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കേനെ അടുത്ത് അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. മമ്മൂക്ക ആരോടും എഴുന്നേറ്റിരിക്കാനൊന്നും പറയാറില്ല. പബ്ലിക്ക് തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞ, ഓരോ മനുഷ്യരെ കാണുമ്പം ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു വൈബാണത്. തന്നെ അങ്ങ് എഴുന്നേക്കുവാണ്. പക്ഷെ മമ്മൂക്ക അവിടെ എഴുന്നേറ്റില്ലെങ്കിലും മമ്മൂക്ക ആരോടും ഒന്നും പറയുകയില്ല, എഴുന്നേക്കണം എന്നും പറയാറില്ല. മമ്മൂക്ക പക്ഷെ ഇനി എഴുന്നേക്കണ്ടെന്നും പറഞ്ഞില്ല കേട്ടോ. മമ്മൂക്ക ശ്രദ്ധിക്കണില്ല. കുറെ പേര് ഇരിക്കണു എഴുന്നേക്കുന്നു. അങ്ങനെ. അപ്പം മമ്മൂക്കയൊക്കെ സത്യത്തിൽ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒരിക്കലും ഒരു നടൻ്റെതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ ഉള്ളതാണ്. അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഭയങ്കര സിമ്പിളാണ്. എനിക്ക് എൻ്റെ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഞാൻ വിളിച്ചത് മമ്മൂക്കേനെ. മമ്മൂക്കയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ മോന് ഇക്ക വരണം എന്ന് പറഞ്ഞു. അത് എൻ്റെ മോൻ്റെ ആഗ്രഹമാണ്, ഇക്ക വരണം. അതേ പറഞ്ഞു, ഞാൻ ഉറപ്പ് തരുന്നു. ആ ഒരു കാര്യമല്ലാണ്ട് ഞാൻ ഇക്കയോട് ചോദിച്ചിട്ടില്ല. ഇക്ക അന്ന് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പം 6 മണിക്ക് ഷൂട്ട് നിർത്തി വെച്ചിട്ട് അദ്ദേഹം വന്നു. അപ്പൊ ആ ഒരു നന്ദി ഓർമ്മയും എനിക്ക് എന്നും, ഞാൻ മരിക്കുള്ളതുകൊണ്ടാണ്. അത്രയ്ക്ക് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കണ പോലുള്ള നമ്മളെന്നല്ല, ആൾക്കാർ വിചാരിക്കും അദ്ദേഹത്തിന് ജാടയാണ്. അങ്ങനെ ജയറാമേട്ടനാണേലും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഒരുപാട് ചിരിപ്പിക്കുകയും അല്ലേ. ജയറാമേട്ടൻ സെറ്റിൽ ഒരുപാട് മിമിക്രികൾ കാണിക്കും, ഇങ്ങനെ ചിരിപ്പിച്ചോണ്ടേയിരിക്കും. ഞാൻ 2 സിനിമയില് ഹീറോയിനാണ്, ആടുപുലിയാട്ടം, പട്ടാഭിരാമൻ. ഓക്കെ. അപ്പൊ അങ്ങനെ കുറേ തമാശകൾ. അതെ, നല്ല ആളാണ്. ഇനി നമ്മള് ഷിലു അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ 8 ചോദ്യങ്ങളാണ് ഈ സെഗ്മെന്റിലുള്ളത്. 8 ചോദ്യം ചോദിക്കുന്ന വഴി പെട്ടെന്ന് ഉത്തരം പറയാ. 8നും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഷീലു ഇബ്രാഹിമിന് മൈൽസ്റ്റോൺ വക ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് തരും. ഉത്തരവെങ്ങാനും തെറ്റിയാൽ ഷീലു ഇബ്രാഹിം അപ്പം പ്രൊഡക്ഷൻസ് മൈൽസ്റ്റോണിന് ഒരു ഗിഫ്റ്റ് തരണം, അല്ലെങ്കിൽ എനിക്കെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം. ഓക്കെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മൈൽസ്റ്റോൺ സ്റ്റാർ ക്വിസ് 2024 8 ചോദ്യങ്ങളായിട്ട് ഞാൻ ദാ വരുന്നു. 2013 പുറത്തിറങ്ങിയ വീപ്പിംഗ് ബോയ് എന്ന ചിത്രത്തിൽ ഷീലു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? ഡോക്ടർ റോസ്. എല്ലാം ഓർത്ത് വെച്ചിരിക്കുകയാണോ? അപ്പൊ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ എല്ലാ സിനിമയിലും കഥാപാത്രത്തിന്റെ പേര് ചോദിച്ചാൽ അറിയാൻ പറ്റും? മിക്കത് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ തപ്പുമായിരിക്കും, പക്ഷെ അത് ഓർക്കുന്നു. എന്നാലും ഒന്ന് ആലോചിച്ചാൽ പിടികിട്ടും അല്ലേ? പിടികിട്ടും. ഓ, അത് നല്ലൊരു കാര്യം തന്നെ കേട്ടോ. ഓക്കെ. ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്ത ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാമിന്റെ അവതാരകയായിട്ടുണ്ട് ഷീലു. ആ പരിപാടിയുടെ പേരെന്ത്? ചെയ്തിട്ടില്ലല്ലോ. ഒരു ഫെസ്റ്റിവൽ പ്രോഗ്രാമാ, ഏതോ ഒരു ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു ഷോ പോലൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്ത പ്രോഗ്രാം ഏതാന്ന് ആലോചിച്ച് നോക്ക്. കുക്കറിയാണ്, കുക്കറി ഷോ, ഓണം കുക്കറി. അപ്പൊ അതിന്റെ പേരെന്താ? ഓണപ്പൂക്കളം അങ്ങനെ എന്തോ. അതൊരു ഷോ അല്ല അത്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളൂ. ആണോ? ഗസ്റ്റ് ആയിരുന്നോ? ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റാണ്. അല്ല, അപ്പൊ തിരിച്ചെനിക്ക് അല്ല, ഞങ്ങൾക്ക് എന്തു ആവാം, ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടോന്നാണ് ആങ്കർ ചെയ്തെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇല്ല, ചെയ്തിട്ടില്ല. ആ ഒരു ഷോയില് ഗസ്റ്റ് ആയിട്ട് പോയിരുന്ന പോലും കുക്ക് ചെയ്തത് അന്ന് ഷീലുവായിരുന്നു. അന്ന് ആ ഒരു ഷോയ്ക്ക് ഒരു പെർട്ടിക്കുലർ പേരുണ്ടാവുമല്ലോ, ആ പേരെന്താ? അത്തം പത്തോണം തോന്നുന്നു. അല്ലെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെയൊന്നും അല്ല പേര്. പിന്നെന്താണ്?
ഓണരുചിമേളം. ആ correct. ആ തെറ്റി, കണ്ടോ, തെറ്റി, അപ്പൊ ഉത്തരം correct. തെറ്റി. Correct ആണ്. അപ്പൊ ഉത്തരം തെറ്റി ഓണരുചിമേളം. അല്ലേ? ഉം. അന്ന് എന്താ പോയി ഉണ്ടാക്കിയേ? അന്ന് ഉണ്ടാക്കിയത് ബ്രെഡ് പായസം അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പൊ ഈ മടിച്ചായിട്ടുള്ള ഷീല് പോയിട്ട് സ്വന്തമായിട്ടുള്ള അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഭക്ഷണം Guest ഒക്കെ വല്ലപ്പോഴും. വരുമ്പോ. അല്ല, അയ്യോ അല്ല കേട്ടോ. ഞാന് വീട്ടില് അങ്ങനെ വിചാരിക്കില്ലേ, ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്. ആ. എല്ലാ സാധനവും ഉണ്ടാക്കാനും എല്ലാം ഞാൻ കൂടാറുണ്ട്. ആഹാ. മടിയുണ്ട്. ആ. മടിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്തില്ലേ പറ്റുള്ളൂ. മക്കളുണ്ട്. ആ. പിന്നെ ഹെൽപ്പിന് ആളുണ്ട്. അത് എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്ന ഇപ്പൊ ഇല്ല. ഓക്കെ. അപ്പോൾ ചെയ്തേ പറ്റൂ. ചെയ്തേ പറ്റൂ. പ്രാരബ്ധങ്ങൾ ചെയ്യും. അത് ഇഷ്ടമില്ല, പക്ഷെ എന്താ സാഹചര്യങ്ങളുടെ നിർബന്ധ പ്രകാരം അതെ, ഷീലു അതെ. എന്ന എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ല ആക്ച്വലി. ഇഷ്ടല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അത് ഈ മടിയുള്ള ഒരു കുക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള ഒരു കുക്ക് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് എന്നാ പറയണത്. ഞാൻ ഉണ്ടാക്കുന്നതിനൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. കഴിക്കുന്നവരൊക്കെ പറയാറുണ്ട്. ആണല്ലേ? പക്ഷെ മടിയാണ്. മടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഷീലു എബ്രഹാം എന്ന ഷീലു ഡോക്ടർ ഷീല എബ്രഹാം ആയി അഭിനയിച്ച ഒരു സിനിമ. ശുഭരാത്രി. എല്ലാത്തിനും സിനിമയായിട്ട് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആൻസർ ഉണ്ടാവും. ഷീലുവിന് പിറന്നാൾ സമ്മാനമായി മിനി കൂപ്പർ നൽകിയത് ആര്? അതെന്റെ ഭർത്താവ്. വേറെ ആര് തരാനാ? അതാ പറഞ്ഞ, വേറെ ആര് തരാനാ? ഭർത്താവിന്റെ അടുത്ത് ഇത്ര നാളായിട്ട് ചോദിച്ചിട്ട് കിട്ടാത്തൊരു ഗിഫ്റ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചോദിച്ച പെട്ടെന്ന് ചോദിക്കാത്ത കുഴപ്പം എന്തും തരും. എന്ത് നല്ല ഭർത്താവ്. ആ ഒരു കാര്യത്തില് പുള്ളി ഇങ്ങോട്ട് തരുന്ന ഞാൻ വേണ്ടാന്ന് പറയാറാ പതിവ്. എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഗിഫ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഭയങ്കര സിമ്പിൾ ആണ്. ശരി, അടുത്ത ചോദ്യം. ഷീലു അഭിനയിച്ച ബൈലിംഗ്വൽ ചിത്രം 2 ഭാഷയിലെ റിലീസായിരുന്നു. സോളോ. യെസ്. ബാഡ് ബോയ്സ് എന്ന പുതിയ ചിത്രം ഷൂട്ട് ചെയ്ത വില്ലേജിന്റെ പേര്? വില്ലേജോ? എഴുപുന്ന. അറിയാം. പ്രൊഡ്യൂസർക്ക് പിന്നെ അവ അറിയാതെ വരില്ലല്ലോ അല്ലെ? ഷീലു ഇബ്രാഹിമിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഒരു 4,77,000. അതൊന്ന് ചെക്ക് ചെയ്യാമോ? കറക്റ്റ് ആണോ നോക്കട്ടെ. കറക്റ്റ് ആണ്. ആണോ? ഇന്ന് രാവിലെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ആണ് അല്ലേ? അല്ല, അത് എപ്പോഴും തുറന്നു നോക്കുന്നതാണല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയ കണ്ടോ, കറക്റ്റ് ആണ്. ഇന്ന് രാവിലെയും കൂടെ നോക്കിയതാ, പിന്നെയാണോ തെറ്റുന്നതെന്ന്. ഓക്കെ. ഷീലു ഇബ്രാഹിമിന്റെ ആദ്യ നിർമ്മാണ സംരംഭം? വീപ്പിംഗ് ബോയ്. ഫസ്റ്റ് മൂവി. അതും കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വിസിലെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ, അല്ല ഒരെണ്ണത്തിലേ ഒന്ന് തപ്പി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കണം, വേണ്ട ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങിക്കണം. അവിടെ തപ്പിയത് കൊണ്ടല്ലേ. അപ്പൊ ഇങ്ങോട്ടാണ് ഗിഫ്റ്റ്. അതൊരു ക്വസ്റ്റിനെ ശരിയല്ലായിരുന്നു, പിന്നെ നിങ്ങൾ ഒപ്പിച്ചതാണ്. എന്തൊക്കെ ഇരുന്നാലും നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. അപ്പൊ നമുക്ക് അപ്പാമിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പോവാനായിട്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സും കാര്യങ്ങളും, ഇനിയിപ്പോ 3 സിനിമ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം ഈ പാൻ ഇന്ത്യൻ മൂവിയുടെ ഒരു തരംഗമാണ്. നിങ്ങളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇപ്പൊ ബാക്ക് ടു ബാക്ക് മൂവീസ് ചെയ്യാൻ നിങ്ങൾ ഇതാണ്. അതിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത മൂവി ശരിക്കും അന്ന് ഫിനാൻഷ്യലി ഭയങ്കര അധികം അത് അന്ന് ഫ്ലോപ്പ് ആയ ഒരു മൂവി തന്നെയായിരുന്നു. പക്ഷെ സാധാരണ ആരാണെങ്കിലും ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഇത്രയും പൈസ ഇറക്കി ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പം പിന്നെ അതിനകത്തേക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ ഒരു അവസ്ഥയാണ് അല്ലേ. പക്ഷെ അവിടെ നിന്നും എബ്രഹാമിനായിക്കോട്ടെ സഹധർമ്മിണിക്കായിക്കോട്ടെ തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് പോയ പൈസ നമ്മൾ അവിടുന്ന് തന്നെ നേടും എന്നുള്ളൊരു വാശിയോടെ നിങ്ങൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് മൂവീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം? അത് തന്നെയാണ്, പൈസ തിരിച്ചു പിടിക്കാന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ തോറ്റിട്ട് പോകാൻ വന്നവനല്ല. അതെന്നു വെച്ചാൽ 1.5 കോടിയാണ് ഒറ്റയടിക്ക് പോയത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് 1.5 കോടി എന്ന് പറഞ്ഞാൽ വലുതാണ്. അത് 1.5 കോടി ആയുള്ള പ്രോജക്റ്റിന്. പക്ഷെ ആ 1.5 കോടി നമുക്ക് പോയി. അന്ന് 1.5 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അതെ. അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോ പിന്നെ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പിന്നെ വേറെ ഒരു ബിസിനസ്സിൽ നിന്നൊന്നും പെട്ടെന്ന് 1.5 കോടി കിട്ടില്ല. ലാഭം വന്നാൽ പെട്ടെന്ന് പൈസ വരാൻ പറ്റുന്ന ഒരു സാധനം സിനിമ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. പക്ഷെ അതും നമ്മൾക്ക് ഒരു നഷ്ടം തന്നെയായിരുന്നു. സിനിമ വിജയമായിരുന്നു, പക്ഷെ അതിന്റെ ബഡ്ജറ്റ് കൂടിപ്പോയി. പിന്നെ 2.5 കോടിയിൽ തുടങ്ങിയ സിനിമ 4 കോടിയിലാണ് നിന്നത്. ഷീ ടാക്സിക്ക് അത്രയോ? അതെ. ആ സിനിമ കാണുമ്പോൾ നമുക്ക് അത്രയും അത് കുറെ സ്ഥലങ്ങളിൽ കൂർഗിലൊക്കെ പോയി ഒരുപാട് ദിവസങ്ങൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നീണ്ടുപോയി. അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് എന്താന്ന് വെച്ചാൽ നമ്മള് തുടക്കക്കാരായിരുന്നല്ലോ നമ്മള് ആസ് എ പ്രൊഡ്യൂസർ. അപ്പൊ ഈ തുടക്കത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് പറ്റുന്നതാണ്, സിനിമയെ പറ്റി വലിയ ധാരണയില്ല. അപ്പം പൈസ പോകാൻ പറ്റുന്ന ഒരു ഭയങ്കര പോക്കറ്റ് ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അത് പിന്നെ നമ്മൾ അത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതും. പിന്നെ നമ്മൾ പിടിക്കും. പിന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവരിത്തിങ് ചെക്ക് ചെയ്യും. നമുക്ക് ഒരു സാധനം ഇന്ന സ്ഥലത്ത് ഷൂട്ട് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. അങ്ങോട്ട് പോകണ്ട, ഇവിടെ വെച്ച് ചെയ്താൽ മതി, അതിനുള്ളത് മതി, അങ്ങനെ പറയാൻ തുടങ്ങി നമ്മള്.
അതുവരെ നമ്മൾ എന്താണ് ഡയറക്ടേഴ്സ് പറയുന്നത് കേട്ടുകൊണ്ട് അവർ പറയുന്ന എമൗണ്ട് അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അതാണ് പറഞ്ഞത്, എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റും. ഈ ഒരു അബാം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയിൽ വളരെ കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എബ്രഹാമിനാണോ ഷീലുവിനാണോ? രണ്ടുപേർക്കും ഉണ്ട്. ആണ്. തീർച്ചയായിട്ടും. കട്ടക്ക് കട്ടയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ പുള്ളി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പുള്ളി ചില കാര്യങ്ങളിൽ വീക്കാണ്, ചില കാര്യങ്ങളിൽ ഞാൻ സ്മാർട്ടാണ്, ചിലതിൽ പുള്ളി സ്മാർട്ടാണ്. നിങ്ങളത് അത് ബാലൻസ് ചെയ്യും. ഇപ്പൊ പുള്ളി പറയുന്നത് തരാം അപ്പോഴേ പറയില്ലല്ലോ അത് വേണ്ടട്ടോ, അത് ഇപ്പൊ എസ്പെഷ്യലി ഇപ്പം ഒരു കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം മറ്റേ മണി റിലേറ്റഡ് ലൊക്കേഷന്റെ കാര്യത്തിലായിരിക്കും, അതൊക്കെ ഞാൻ തന്നെയാണ് പറയുന്നത്.